ഇന്ത്യൻ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന നയമാണ് സംഘപരിവാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന പ്രക്രിയ നടപ്പിലാക്കുവാനുള്ള ബുദ്ധിമുട്ട് എന്താണ് എന്നത് സുപ്രീം കോടതി തന്നെ സൂചിപ്പിച്ചിരുന്നു. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളെ മാറ്റിമറിക്കാനാണ് EVM കൃത്രിമം ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ട് BJP നേതൃത്വം നടത്തുന്നത് എന്നാണ് കോൺഗ്രസിൻ്റെയും ആരോപണം. BJP ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സീറ്റുകളുടെ എണ്ണത്തിൽ പോലും ഒരു വ്യക്തതയില്ല. 240 എന്ന് പറയുമ്പോഴും 79ഓളം സീറ്റുകളിൽ ക്രമക്കേടുകൾ നടന്നുവെന്ന് കോൺഗ്രസ് അന്ന് തന്നെ ഉന്നയിച്ചതാണ്. പല മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തമായ രേഖകളൊന്നും കൊടുത്തിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് കോൺഗ്രസ് ആരോപിച്ചതാണ്. 4/3 ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ ഭരണഘടനയെ അട്ടിമറിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുമായിരുന്നു നരേന്ദ്രമോദി. 400-ൽ കൂടുതൽ സീറ്റ് എന്ന പ്രചരണവുമായി നരേന്ദ്രമോദി വന്നതാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വേണ്ടി പരമാവധി ശ്രമങ്ങൾ നടത്താൻ അദ്ദേഹം ശ്രമിച്ചുവെങ്കിലും അതെല്ലാം പൊളിയുകയായിരുന്നു. ഉത്തർപ്രദേശിലും അതുപോലെ മഹാരാഷ്ട്രയിലുമൊക്കെ ഗംഭീരമായ തിരിച്ചടി BJPക്ക് കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. ആകെപ്പാടെ പിടിച്ചു നിർത്തിയത് മധ്യപ്രദേശിലും അതുപോലെ ഒറീസയിലും ക്രമാതീതമായി അവർക്കുണ്ടായ സീറ്റ് നിലയിലെ വളർച്ചയൊക്കെയാണ്. അത് ഒരു പരിധിവരെ അവരെ 200 കടക്കാൻ സഹായിച്ചു. നിലവിലെ സാഹചര്യത്തിൽ EVM പരിപൂർണമായും ഉപേക്ഷിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് ഒരു ഹർജിയായി പ്രതിപക്ഷ പാർട്ടിയുടെ നേതാക്കൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ചീഫ് ഇലക്ഷൻ കമ്മീഷനായി ഗണേഷ് കുമാറിനെ നിയമിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി. അതോടെയാണ് രാഹുൽ ഗാന്ധിയെ രാജ്യദ്രോഹി എന്ന രീതിയിലും അതുപോലെ തന്നെ അദ്ദേഹം ഇന്ത്യൻ പൗരനല്ല എന്നും അദ്ദേഹത്തിൻ്റെ പേര് യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് RSSുകാർ കുത്തിത്തിരിപ്പുമായി ഇറങ്ങിത്തിരിച്ചത്. എന്നാൽ അതൊന്നും ഈ രാജ്യത്ത് വില പോയില്ല. ഈ രാജ്യത്ത് അതൊന്നും നടപ്പിലാകില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഭീഷണിപ്പെടുത്തി ആർക്കും ഒരുപാട് നാൾ ഭരിക്കാൻ കഴിയുകയുമില്ല. നരേന്ദ്രമോദിയുടെ ആവശ്യം എന്നത് ഒരൊറ്റ തെരഞ്ഞെടുപ്പിലൂടെ എല്ലാം അട്ടിമറിക്കാം എന്നതാണ്. അങ്ങനെ വരികയാണെങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ രാജ്യസഭയിലും BJPക്ക് ക്രമാതീതമായി കേവല ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. BJPക്ക് ഇന്നേ വരെ രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല. അതിൻ്റെ വലിയ ചുരുക്കം അവർക്കുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ വലിയ ഒരു തിരിമറികൾ തെരഞ്ഞെടുപ്പുകളിൽ കാണിക്കാൻ BJP ശ്രമിക്കുന്നത്.